അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ ഖിഫ്തും ശിഖാഖ ബൈനിഹിമാ ഫബഅസൂ ഹകമൻ മിൻ അഹ്ലിഹി വഹകമൻ മിൻ അഹ്ലിഹാ ഇൻ യുരീദാ ഇസ്ലാഹൻ യുവഫ്ഫിഖില്ലാഹു ബൈനഹുമാ ഇന്നല്ലാഹ കാന അലീമൻ ഖബീറ. പ്രിയമുള്ള സഹോദരി സഹോദര, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സിൽ അർരിജാലു ഖവ്വാമൂന അലൻ നിസാ എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിലെ ഇസ്ലാമിൻ്റെ കുടുംബ സംവിധാനവുമായി ബന്ധപ്പെട്ട വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആയത്തുകളാണ് പഠിച്ചു കഴിഞ്ഞത്. ഒരു കുടുംബത്തിൽ കുടുംബനാഥനും അതുപോലെ തന്നെ വീട്ടുകാരിക്കും ഇടയിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഇസ്ലാമിക ശരീഅത്ത് വളരെ കൃത്യമായി വിശദീകരിക്കുകയും ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യേണ്ടതിൻ്റെ സൗകര്യത്തെക്കുറിച്ച് അതല്ലെങ്കിൽ അതിൻ്റെ സാധ്യതയെക്കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. കുടുംബം എന്നുള്ളത് ഒരു ഘടനയായതുകൊണ്ട്, ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയായതുകൊണ്ട് സ്വാഭാവികമായും ആ കുടുംബഘടനയ്ക്ക് അകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ, അഭിപ്രായ ഭിന്നതകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുകൂടി കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കേണ്ടായി. അത് കുടുംബത്തില് സാധാരണയൊക്കെ ഉണ്ടാകുന്ന സ്വാഭാവികമായും രണ്ട് അഭിരുചികളുള്ള രണ്ട് വ്യക്തികൾ ഒന്നിച്ച് ജീവിക്കുമ്പോഴുണ്ടാകുന്ന സ്വാഭാവികമായ പ്രശ്നങ്ങളാണെന്നും ആ പ്രശ്നങ്ങൾ അവിടെ വെച്ച് തന്നെ ആ ഘടനക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരിഹരിക്കുവാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ ആയത്ത് യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ അപ്പുറം ചിലപ്പോൾ നേരത്തെ സൂചിപ്പിച്ച അഭിപ്രായ ഭിന്നതകൾ വളരെ ഗൗരവ മുഖത്തോടുകൂടി പുറത്തു വരികയും അതല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമായി അവശേഷിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടാൽ പിന്നെ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്ന ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും കുടുംബത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ദമ്പതികൾക്കിടയിലുണ്ടായാൽ അല്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടായാൽ അത് പരിഹരിക്കേണ്ടുന്ന ഒരു രൂപമാണ്, അതിൻ്റെ 3 വഴികളാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് എങ്കിൽ അത് അവർക്കിടയിൽ പരിഹരിക്കപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ആ അഭിപ്രായ വ്യത്യാസം ഭീകരമായാൽ, അതല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമായി തീർന്നാൽ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് വഇൻ ഖിഫ്തും ശിഖാഖ ബൈനിഹിമ. വഇൻ ഖിഫ്തും ഞാൻ മുമ്പ് കഴിഞ്ഞ ആയത്തിൽ ഖാഫ എന്നുള്ള പദത്തിന്റെ അർത്ഥം സൂചിപ്പിച്ചിരുന്നു. ഖാഫ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ അറബി ഭാഷയിൽ ഭയപ്പെടുക എന്നൊക്കെയാണ് സാധാരണ അതിന് പറയാറുള്ളത്. പക്ഷെ വിശുദ്ധ ഖുർആൻ ആ പദം പല അർത്ഥങ്ങളിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആയത്തിൽ വല്ലാത്തി തഖാഫൂന നുശൂസഉന്ന, നിങ്ങൾ അവരുടെ പിണക്കം ഭയപ്പെടുന്നുവെങ്കിൽ, അപ്പൊ അവിടെ ഭയപ്പെടുക എന്നുള്ളത് അവിടെ ഫിറ്റല്ല. ഭയപ്പെടുമ്പോൾ അല്ലെങ്കിൽ പിണക്കമുണ്ടാകുമെന്ന് ആശങ്കിക്കുമ്പോഴേക്കും എന്താണ് നടപടിക്രമങ്ങളുമായി അതല്ലെങ്കിൽ
ചിട്ടകളുമായിട്ട് കടന്നു വരിക എന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു നയമല്ല. അപ്പൊ ഖാഫ എന്നുള്ളതും ഖശിയ എന്നുള്ളതും ഒക്കെ ഒരു അറിവിന്റെ പുറത്ത് ഉള്ള എന്താ ഒരു അറിവിനെ കുറിക്കുന്ന, അതായത് നിങ്ങൾ അറിഞ്ഞാൽ എന്നുള്ളത്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമ എന്ന് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ഉലമാക്കൾ മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഇൽമ് ഉള്ളവരാണ് ഭയം ഉണ്ടാവുക. അപ്പോ ഇൽമിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യത്തെക്കുറിച്ച്, അതായത് അറിവനുസരിച്ചുള്ള കാര്യത്തെക്കുറിച്ചാണ് പ്രയോഗിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഖശിയത്ത്, അതുപോലെ തന്നെ ഖൗഫ് തുടങ്ങിയിട്ടുള്ള പദങ്ങൾ. അപ്പോൾ വഇൻ ഖിഫ്തും, നിങ്ങൾ അറിയുന്നുവെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ, ഷിഖാഖ ബൈനിഹിമ. അപ്പൊ ഇവിടെ ഇതുവരെയുള്ള ആയത്തിലെ കഴിഞ്ഞ രണ്ട് പദപ്രയോഗങ്ങളും ആ കുടുംബത്തിലെ ഇണകളോടും തുണകളോടും കൂടിയുള്ള അഭിസംബോധനയായിരുന്നു. ദമ്പതികളോടുള്ള കൽപ്പനയും നിർദ്ദേശങ്ങളുമായിരുന്നു നൽകിയിരുന്നത്. പക്ഷെ അതിൽ നിന്ന് ഭിന്നമാണ് ഇപ്പൊ നൽകുന്ന ആയത്തിലെ വഇൻ ഖിഫ്തും എന്നുള്ള പ്രയോഗം. അപ്പൊ നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നുവെങ്കിൽ എന്ന് പറയുന്നത് അത് എന്താണ്, ആ കുടുംബത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. നേരത്തെ പറഞ്ഞ ഭാര്യയും ഭർത്താവുമല്ല, നേരെ മറിച്ച് അവരുടെയൊക്കെ ചുമതല ഏൽക്കുന്ന ആളുകൾ, അവരുടെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ വലിയ എന്നൊക്കെ പറയുന്ന ആളുകളാണ്. അപ്പോ നിങ്ങളുടെ ധാരണയനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നത് വഇൻ ഖിഫ്തും ഷിഖാഖ ബൈനിഹിമ, അവർക്കിടയിലുള്ള പിളർപ്പിനെ നിങ്ങൾ അറിയുന്നുവെങ്കിൽ, അവർക്കിടയിലുള്ള പിളർപ്പിനെ കുറിച്ച് നിങ്ങൾ, അപ്പൊ ഖാഫ എന്നല്ല അതിന്റെ അർത്ഥം എന്നുള്ളത് അലിമ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ അറിയുന്നുവെങ്കിൽ, ഷിഖാഖ് എന്ന് പറഞ്ഞാല് എന്താണ്, സാധാരണ വിയോജിപ്പ് അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നത എന്നുള്ളതിനേക്കാൾ കുറച്ച് അപ്പുറമാണ്. എന്ന് പറഞ്ഞാല് ഷിഖ് എന്ന് പറഞ്ഞാൽ ശരിക്ക് അറബി ഭാഷയിൽ ഒരു അറ്റം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ഭാഗം എന്നുള്ളതാണ്. അപ്പോ ശരിക്ക് അഭിപ്രായ ഭിന്നതയെ തുടർന്ന് സോറ കുല്ലു വാഹിദിൻ മിന സൗജൈനി ഫി ഷിഖിൻ വജാനിബ് ഗൈറല്ലദി ഫീഹി സ്വാഹിബുഹു എന്നാണ്. എന്ന് പറഞ്ഞാല് ഭർത്താവ് ഒരു വശത്തും ഭാര്യ മറുവശത്തും എന്നുള്ള ഒരു സാഹചര്യത്തിൽ കടന്നു വന്നാൽ, അതുകൊണ്ടാണ് അവിടെ ഷിഖാഖ് എന്നുള്ള പദം പ്രയോഗിച്ചത്. ഷിഖാഖ് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം, ഒരു മ്യൂട്ട് ചെയ്യാണ്ട്. അപ്പൊ കേവല അഭിപ്രായ വ്യത്യാസമല്ല, നേരെ മറിച്ച് അതിന്റെ അപ്പുറം പിളർപ്പിലേക്ക് നയിക്കുന്ന വിധത്തിൽ രണ്ടുപേരെയും രണ്ട് ഓരത്ത് കൊണ്ട് ചെന്ന് വെക്കുന്ന വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസം എന്നുള്ളതാണ്. അപ്പോ അതുകൊണ്ടാണ് ഷിഖാഖ് എന്നുള്ള പദം പ്രയോഗിച്ചിട്ടുള്ളത്. ഷക്ക എന്ന് പറഞ്ഞാൽ പ്രയാസപ്പെടുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. എന്ന് മാത്രമല്ല, അതിന് ശേഷം ഷിഖാഖഹുമ എന്ന്, അവരുടെ രണ്ടുപേരുടെയും പിളർപ്പ് എന്ന് പറയുന്നതിന് പകരം ഷിഖാഖ ബൈനിഹിമ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അതിന് പണ്ഡിതന്മാര് അതിന് വിശദീകരിക്കുന്നുണ്ട്. ഭാഷാപരമായിട്ട് വിശുദ്ധ ഖുർആനിന്റെ ആ പ്രയോഗത്തെ വിശദീകരിക്കുന്നത്, ബൈന എന്ന് പറഞ്ഞാല് രണ്ട് എന്താണ്, ചേർന്ന് നിൽക്കാത്ത രണ്ട് വസ്തുക്കൾക്കിടയിൽ ഉള്ള ഗ്യാപ്പിനാണ് ബൈന എന്ന് പറയുക. ബിറ്റ്വീൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ. എന്ന് പറഞ്ഞാൽ രണ്ട് അറ്റത്ത് രണ്ട് സൈഡില് രണ്ട് സാധനങ്ങളുണ്ട്, അതിന്റെ നടുവിൽ കാണുന്ന, മധ്യത്തിൽ കാണുന്ന ഗ്യാപ്പിനാണ് യഥാർത്ഥത്തിൽ ബൈന എന്ന് പറയാം. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവർക്കിടയിൽ അകലമുണ്ടായിരിക്കുന്നു, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ അകലമുണ്ടായിരിക്കുന്നു എന്ന് കുറിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ ഈ പറയുന്ന ബൈന എന്നുള്ള പദം കൊണ്ടുവന്നത് എന്ന് പണ്ഡിതന്മാര് വിശദീകരിക്കുന്നുണ്ട്. അപ്പോ ഈ രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ വലിയകൾ, പെൺകുട്ടിയുടെ ഉപ്പ ഉമ്മ അല്ലെങ്കിൽ പുരുഷന്റെ ഉപ്പ ഉമ്മ. അപ്പൊ അവരെ മനസ്സിലാക്കുന്നു ഇവർക്കിടയിൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അവർ ഒന്നിച്ച് ജീവിക്കുന്നതിൽ എന്തൊക്കെയോ അവരെ തടയുന്നുണ്ട്, അതല്ലെങ്കിൽ അവര് എന്താ പറയാ, ഈ ബന്ധം മുറിഞ്ഞു പോകാൻ നിൽക്കുകയാണ്. അപ്പൊ എന്ന് ധാരണയിലെത്തുന്ന സമയം പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നെ സ്വാഭാവികമായും പുറത്തു നിന്നുള്ള ആളുകൾ ഇടപെടേണ്ടുന്ന സാഹചര്യമാണ്. എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞത് പരസ്പരം പറഞ്ഞു തീരാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പൊ സ്വാഭാവികമായിട്ടും മധ്യവർത്തികളെ വെച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ള ഫബഅഥു, അപ്പോൾ നിങ്ങൾ നിയോഗിക്കുക. അപ്പൊ അത് രക്ഷിതാക്കളുടെ ചുമതലയിൽപ്പെട്ടതാണ്. ഈ ഇങ്ങനെ എന്താണ് മുറിഞ്ഞു പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ പാകത്തിൽ ഇത് പിളർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും മധ്യസ്ഥരെ സംസാരിക്കുക എന്നുള്ളത് ഈ പറയുന്ന വലിയകളുടെ ഉത്തരവാദിത്തമാണ്.
ഫബഅസു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിയോഗിക്കുക. ബഅസ എന്നുള്ള പദം സാധാരണ എന്താണ് ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ ബഅസ എന്നുള്ള പദം പ്രയോഗിക്കുക. വിശുദ്ധ ഖുർആനില് പ്രവാചകന്മാരെ നിയോഗിച്ചതിന് ബഅസ എന്നും അർസല എന്നും യഥാർത്ഥത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ബഅസ എന്നും അർസല എന്നും സൂചിപ്പിക്കുന്നത് രണ്ട് രൂപത്തിലാണ്. ഒരാൾ ആയത്ത് നമ്പർ ചോദിക്കുന്നുണ്ട്. നിസായിലെ 35-ാമത്തെ ആയത്താണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ ബഅസ എന്നും അർസല എന്നും പ്രവാചകന്മാരിലേക്ക് ചേർത്തുകൊണ്ട് സാധാരണ വിശുദ്ധ ഖുർആനിൽ ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുളിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ എന്ന് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം. അപ്പൊ അവിടെ ഈ രണ്ട് പദപ്രയോഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ബഅസ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പണിക്ക് ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ട് ഒരാളെ പറഞ്ഞയക്കുന്നതിനാണ് ബഅസ എന്ന് പറയുന്നത്. അത് എന്ത് പണിയാവാം. അപ്പോ പ്രവാചകന്മാരുടെ ദൗത്യത്തെ കുറിച്ച് പറയുന്ന ആയത്തുകളിലെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ബഅസ എന്നുള്ള പദമാണ് പ്രയോഗിക്കുക. അർസല എന്നുള്ളത് ഒരു മെസ്സേജുമായി പറഞ്ഞയക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു പ്രത്യേകമായ റിസാല, ഒരു മെസ്സേജുമായിട്ട് ഒരു വ്യക്തിയെ, റസൂൽ എന്ന് പറഞ്ഞ മെസഞ്ചർ എന്നാണ്. ഒരു രാജ്യത്തു നിന്ന് എന്താണ് ആ രാജ്യത്തിന്റെ സന്ദേശവുമായി മറ്റു രാജ്യത്തിലേക്ക് പോകുന്ന ആള് അതിന്റെ മെസ്സഞ്ചറാണ്, റസൂലാണ്. അപ്പോ റിസാലയുമായി പോകുന്നവൻ റസൂലാണ്. ഒരു പ്രത്യേകമായ ദൗത്യം ഏൽപ്പിക്കപ്പെട്ട വ്യക്തി, അത് ആര് തന്നെയായാലും അത് അവിടെയാണ് ബഅസ എന്നുള്ള പദം പ്രയോഗിക്കുക. ഹാബീലും ഖാബീലും തമ്മിൽ പ്രശ്നമുണ്ടായി. അങ്ങനെ ഹാബീലിനെ ഖാബീൽ കൊന്നു. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഹാബീലിനെ എങ്ങനെ മറവ് ചെയ്യണമെന്ന് ഖാബീലിന് അറിയില്ല. അപ്പൊ അത് കാണിച്ചു കൊടുക്കാന് ആ ഒരു ഉത്തരവാദിത്വത്തിന് വേണ്ടി അള്ളാഹു ഒരു കാക്കയെ പറഞ്ഞയച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവിടെ ഫബഅസല്ലാഹു ഗുറാബൻ യബ്ഹസു ഫിൽ അർളി. അപ്പോ അവിടെ ഒരു ദൗത്യവുമായിട്ട് അല്ലെങ്കിൽ ഇന്ന ഒരു ഉത്തരവാദിത്വവുമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ കാക്കയെ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ബഅസ എന്നുള്ള പദമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഈ രണ്ട് പദങ്ങളും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസം അതാണ്. അപ്പൊ ഇവിടെ ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ള ദൗത്യവുമായിട്ടാണ് ഒരു ഒരാളെ നിയോഗിക്കണം എന്നുള്ളത് കൊണ്ടാണ് അവിടെ ബഅസ എന്നുള്ള പദം വിശുദ്ധ ഖുർആന് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഫബഅസു ഹക്കമൻ മിൻ അഹ്ലിഹി വഹക്കമൻ മിൻ അഹ്ലിഹ. അപ്പൊ വിശുദ്ധ ഖുർആന് എന്താണ് ബഅസ എന്നുള്ള പദം അവിടെ പ്രയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാല് ഇതില് രണ്ടു പേർക്കും പ്രശ്നങ്ങള് പറഞ്ഞു തീർക്കാന്, അതല്ലെങ്കിൽ അത് സോൾവ് ആക്കാന് രണ്ട് ഭാഗത്തിന്റെയും ഓരോരോ പ്രതിനിധികൾ. ഹക്കമ് എന്ന് പറഞ്ഞാൽ ഹുക്കുമിൽ നിന്നുണ്ടായതാണ്. ഹുക്കുമ് എന്ന് പറഞ്ഞാൽ വിധി എന്നാണ്. ഹക്കമ് എന്ന് പറഞ്ഞാല് വിധി കൽപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം. വിധി കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഹക്കമിന്റെ റോള് എന്താണ്? ഏതെങ്കിലും ഒരു ഭാഗത്തിന് അനുകൂലമായിട്ട് വിധി കൽപ്പിക്കുക എന്നല്ല അർത്ഥം. നേരെ മറിച്ച് നീതിയുടെ അടിസ്ഥാനത്തിൽ, ന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ വിധിക്കുന്നവനാണ് ഹക്കം. അത് വിധിക്കപ്പെടുന്നവന് അത് തൃപ്തികരമായാലും ഇല്ലെങ്കിലും, നമ്മൾ സാധാരണ ഫുട്ബോളില് അതല്ലെങ്കിൽ എന്താ പറയാ വോളിബോളിൽ അങ്ങനെ എന്ത് കളികളാണെങ്കിലും അതിലൊരു റഫറി ഉണ്ടാവും. ആ റഫറിക്ക് അറബി ഭാഷയിലെ ഹക്കമി എന്നാണ് പറയാ. എന്ന് പറഞ്ഞാൽ റഫറിയുടെ റോള് എന്താണെന്ന് വെച്ചാല് അവിടെ കൃത്യമായിട്ട് ന്യായമനുസരിച്ച് അതല്ലെങ്കിൽ നിയമമനുസരിച്ച് നീതി അനുസരിച്ച് വിധിക്കുക എന്നുള്ളതാണ്. ആ റഫറിയുടെ വിധി എന്നുള്ളത് ഒരു പക്ഷേ താഴെയുള്ള ആളുകൾക്ക് അതല്ലെങ്കിൽ ആരാണോ അതിന് ഇരയാകുന്നത് അവർക്ക് തൃപ്തികരമാവണമെന്ന് അതിന് യാതൊരുവിധ ബാധ്യതയുമില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ശാഠ്യവും അതിലില്ല. അപ്പൊ അതേ പദപ്രയോഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരു പദപ്രയോഗം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അപ്പോ ഫബഅസു ഹക്കമൻ മിൻ അഹ്ലിഹി. അപ്പൊ നിങ്ങള് അദ്ദേഹത്തിന്റെ അഹലിൽപ്പെട്ട, അഹല് എന്ന് പറഞ്ഞാൽ സ്വന്തക്കാരിൽപ്പെട്ടത് എന്നുള്ളതാണ് സാധാരണ അഹ്ല് എന്നുള്ള പദത്തിന്റെ അർത്ഥം. അഹ്ല് എന്നുള്ള പദം വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. ആല് എന്നുള്ള പദം പ്രയോഗിച്ചിട്ടുണ്ട്. ആല് എന്ന് പറഞ്ഞാൽ ഒരു ആശയത്തിൽ കൂടെ നിൽക്കുന്ന ആളുകൾ എന്നാണ്. അഹ്ല് എന്ന് പറഞ്ഞാല് ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ സ്വന്തക്കാരൻ നമ്മൾ വിളിക്കുന്ന ആളുകൾക്കാണ് അഹ്ല് എന്ന് പറയുക. അപ്പോ വഹക്കമൻ മിൻ അഹ്ലിഹ. അപ്പൊ അവരുടെ അല്ലെങ്കിൽ പുരുഷന്റെ ഭാഗത്ത് നിന്ന്
ഒരു മധ്യവർത്തി, ഒരു റഫറിയും, അതുപോലെ തന്നെ സ്ത്രീയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്ന് മറ്റൊരു ഹക്കമും അതല്ലെങ്കിൽ മറ്റൊരു മധ്യവർത്തിയുമാണ് വരേണ്ടത്. അപ്പോ ഇതാണ് വിശുദ്ധ ഖുർആന് മുന്നോട്ട് വെക്കുന്നത്. ഇതിന് വളരെ ഒരു എന്താണ് ഒരു ഔറത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണിത്. നമ്മുടെ നാട്ടില് ഇപ്പോ നമ്മുടെ അയൽപക്കത്ത് ഒരാൾക്ക് ത്വലാഖ് സംഭവിച്ചു. പിന്നെ നമുക്ക് വീട്ടിൽ നിൽക്കാൻ ഒരു സമാധാനം ഉണ്ടാവില്ല. പടച്ചോനെ എന്തിനാ ഇപ്പൊ അവിടെ ത്വലാഖ് സംഭവിച്ചത്? നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. പക്ഷെ എന്നാലും ഞമ്മക്കത് അറിഞ്ഞേ പറ്റൂ. അതറിഞ്ഞൊരു നാലാളോട് പറഞ്ഞേ പറ്റൂ. അതാണ് നമ്മളുടെ ഒരു രീതി എന്നുള്ളത്. അതല്ലെങ്കിൽ അപ്പുറത്ത് ഒരാളുടെ കച്ചവടം പൂട്ടി. ആ കച്ചവടം പൂട്ടിയത് എന്താണ് എന്നുള്ളത് അത് അദ്ദേഹം അനുഭവിക്കേണ്ട വിഷയമാണ്. അദ്ദേഹം മാത്രം നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. പക്ഷെ നമ്മളുടെ ഒരു നയം അനുസരിച്ച് നമ്മളെ ആളുകളൊക്കെ എന്താക്കണം? അതൊന്നും അറിയണം. എന്തിനാ ഇപ്പൊ അത് പൂട്ടിയത്? എന്നിട്ട് അപ്പോ ഇത് എന്താണ്? നമ്മുടെ ആളുകളുടെ ഒരു എന്താ പറയാ ഒരു രീതിയാണ്. ഇതിനെയാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്യുന്നത്. ഓരോ വ്യക്തിയുടെ ഔറത്ത് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ നോക്കാൻ പാടില്ലാത്ത ശരീരഭാഗങ്ങൾ മാത്രമല്ല. ഇസ്ലാമിന്റെ കൺസെപ്റ്റ് അതാണ്. നമുക്ക് ഔറത്തിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ ശരീരഭാഗങ്ങളിൽ ഏതൊക്കെ നോക്കാൻ പാടില്ലാത്ത ഭാഗങ്ങളാണ് ഏതാണോ അതാണ് ഔറത്ത് എന്നുള്ളത്. അതല്ല ഇസ്ലാം പറയുന്നത്. ശരീരഭാഗങ്ങളിൽ മറ്റൊരാളുടെ ശരീരഭാഗങ്ങളിൽ നാം കാണാൻ പാടില്ലാത്ത ഔറത്തുകൾ ഉള്ളതുപോലെ മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിൽ നാം അറിയാൻ പാടില്ലാത്ത, നാം അന്വേഷിക്കാൻ പാടില്ലാത്ത കുറെ ഔറത്തുകളുണ്ട്. ഔറത്ത് എന്ന് പറഞ്ഞാല് ഞാൻ എന്റേത് മറ്റുള്ളവർ കാണുന്നത്, അറിയുന്നത് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. അതിനാണ് ഔറത്ത് എന്ന് പറയുക. അപ്പൊ അത് എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ എന്റെ ത്വലാഖായിരിക്കാം, അതല്ലെങ്കിൽ എന്റെ കച്ചവടം പൂട്ടിയതായിരിക്കാം, അതല്ലെങ്കിൽ എന്റെ രോഗമായിരിക്കാം. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കാത്ത സംഗതികൾ എന്റെ കാര്യത്തിൽ നിങ്ങൾ അന്വേഷിക്കരുത് എന്നുള്ളതാണ് ഔറത്തുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ കൺസെപ്റ്റ്. അത് ഇവിടെ പറയാനുള്ള കാരണം പണ്ഡിതന്മാര് ഫവാസു ഹക്കമം മിൻ അഹ്ലിഹി വ ഹക്കമം മിൻ അഹ്ലിഹ, ഇവിടെ മധ്യവർത്തികളെ കൊണ്ടുവരുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. അപ്പൊ ആ രണ്ട് മധ്യവർത്തികൾക്കും വിശുദ്ധ ഖുർആന് നൽകിയിട്ടുള്ള ഒരു സിഫത്തുണ്ട്, ഒരു വിശേഷണുണ്ട്, അതല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ എന്താണ്? അത് അവരുടെ ബന്ധുക്കളായിരിക്കണം എന്നുള്ളതാണ്. അവരുടെ ബന്ധുക്കളായിരിക്കണം എന്ന് പറഞ്ഞാല് രണ്ട് വ്യക്തികൾക്കിടയിൽ കുടുംബത്തില് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് അത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കേണ്ടതില്ല എന്ന് ആ വ്യക്തികൾക്കും, രണ്ട് വ്യക്തികൾക്കിടയിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ നാട്ടുകാർ മുഴുവനെല്ലാം ഇടപെട്ട് അത് അന്വേഷിക്കേണ്ടതില്ല എന്ന് നാട്ടുകാർക്ക് നൽകുന്ന നിർദ്ദേശമാണിത്. അതാണ് ഈ പ്രയോഗത്തിന്റെ ഏറ്റവും എന്താ പറയാ ഏറ്റവും വലിയ പ്രാധാന്യം എന്നുള്ളത്. അപ്പോ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കള് ഈ കാര്യം വളരെ മനോഹരമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാല് ഒരു കുടുംബത്തില് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിലെ ഏറ്റവും അടുത്ത ആളുകളാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്. അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഫബഅസു ഹക്കമൻ മിൻ അഹ്ലിഹി എന്നും വബഅസു ഹക്കമൻ മിൻ അഹ്ലി വ ഹക്കമൻ മിൻ അഹ്ലിഹ എന്നും പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ കാരണം എന്നുള്ളത് ആ വ്യക്തികളെ കുറിച്ച് ഇപ്പോ എന്താണ് പുരുഷന്റെ കുടുംബത്തിൽ നിന്ന് അഹ്ലിൽ നിന്ന് ഒരാള്, സ്ത്രീയുടെ അഹ്ലിൽ നിന്ന് വേറൊരാള്. അപ്പോ അവർക്കാണ് ആ പുരുഷന്റെ അഹ്ലിൽപ്പെട്ട ആൾക്കാണ് അയാളെ കുറിച്ച് നന്നായിട്ട് അറിയുക, ഇയാളുടെ പോരായ്മകളെ കുറിച്ച് അറിയുക, അയാളുടെ പ്രശ്നങ്ങളെ കുറിച്ച് അറിയുക. അതുപോലെ തന്നെയാണ് നേരെ തിരിച്ചും. അതല്ലാണ്ട് അപ്പൊ അതിന്റെ ഒന്നാമത്തെ കാരണം നന്നായിട്ട് അറിയുക എന്നുള്ളത്. രണ്ടാമത്തേത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ രണ്ട് വ്യക്തികൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയും അല്ലെങ്കിൽ കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയും അവരുടെ ഔറത്താണ്. ആ ഔറത്ത് അനിവാര്യ ഘട്ടങ്ങളിലല്ലാതെ മറ്റൊരാൾ പോലും അന്വേഷിക്കുകയോ അറിയുകയോ ചെയ്യരുത്. അതൊരിക്കലും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യരുത് എന്നുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്? ഇവിടെ മധ്യവർത്തികളെ കൊണ്ടുവരുന്നത്. നമ്മളെ നാട്ടിലൊക്കെ സാധാരണ നടക്കാറുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, എന്നിട്ട് നാട്ടുകാർ മൊത്തം ഇടപെട്ടിട്ട് അത് സോൾവ് ആക്കും. പിന്നെ ആ രണ്ട് മനുഷ്യന്മാർ ഒന്നിച്ച് ജീവിക്കുമ്പോൾ, ആ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഈ മനുഷ്യന്മാരൊക്കെ ഞങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ എന്നുള്ള ജാള്യതയോടു കൂടിയാണ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഔറത്ത് പൊളിഞ്ഞു എന്നർത്ഥം. അപ്പൊ അങ്ങനെ ഔറത്ത് പൊളിഞ്ഞുകൊണ്ടുള്ള ഒരു മധ്യസ്ഥ ശ്രമത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഒരിക്കലും പറയുന്നില്ല. അത് വളരെ സുപ്രധാനമായിട്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ ഒരു നയമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഫബഅസു ഹക്കമൻ മിൻ അഹ്ലിഹി വ ഹക്കമൻ മിൻ അഹ്ലിഹ. അപ്പൊ ഇനി അടുത്തത്
ഇവരുടെ റോൾ എന്താണ് എന്നുള്ളതാണ്. നമ്മളെ നാട്ടിലൊക്കെ സാധാരണ എന്താണ് മധ്യവർത്തികൾ ഉണ്ടാവും. അപ്പോ സ്ത്രീ ഭർത്താവിന്റെ വീട്ടിലാണ് സാധാരണ താമസിക്കുക. അപ്പൊ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. എന്നിട്ട് പിന്നെ മധ്യവർത്തികളായിട്ട് വരിക ഭർത്താവിന്റെ ഉമ്മ അല്ലെങ്കിൽ ഉപ്പയായിരിക്കും. അപ്പുറത്ത് ഭാര്യയുടെ ഉമ്മയും ഉപ്പയും ആരെങ്കിലുമൊക്കെ ആയിരിക്കും. എന്നിട്ട് അവിടെ തൊലാക്ക് നടത്തുന്നത് ഭർത്താവിന്റെ ഉമ്മയായിരിക്കും. ഭർത്താവിന് പ്രത്യേകിച്ച് തൊലാക്കിനെ കുറിച്ചൊന്നും അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ ആണ് തീരുമാനിക്കും ഞങ്ങൾക്ക് അവളെ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഭർത്താവിന്റെ ഉമ്മയായിരിക്കും. ഒരുപാട് സന്ദർഭങ്ങള്, ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ കേരളക്കരയിലുണ്ട്. ഇസ്ലാമികമായിട്ട് യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളാണിത്. അപ്പൊ ഇത് ഇവരെ ഏൽപ്പിക്കുന്നത് തൊലാക്ക് നടത്താനും വേണ്ടിയിട്ടല്ല. അതുകൊണ്ടാണ് നേരത്തെ പറയുന്നത്, അതായത് ഇത് സുൽഹ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ഹക്കമിന്റെ റോൾ എന്താണ് എന്നുള്ളതിലെ പണ്ഡിതന്മാര് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഹക്കമിനെ നേരത്തെ പറഞ്ഞ പോലെ മധ്യവർത്തികളെ നിയോഗിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അങ്ങനെ മധ്യവർത്തികൾ ചെയ്യേണ്ടത് അവിടെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മധ്യവർത്തികൾ നിർവഹിക്കുവാനുള്ള ദൗത്യം. എന്നിട്ട് മധ്യവർത്തികൾ വിഷയം പഠിക്കുന്നു. എന്നിട്ട് അതിനുശേഷമുള്ള ഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ യുരീദ ഇസ്ലാഹൻ യുവഫിഖില്ലാഹു ബൈനഹുമ. അപ്പൊ ഇതില് രണ്ട് വിശദീകരണങ്ങളുണ്ട്. ഈ യുരീദ ഇസ്ലാഹൻ, അവർ രണ്ടുപേരും ഇസ്ലാഹാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ യുവഫിഖില്ലാഹു ബൈനഹുമ, അള്ളാഹു അവരെ പരസ്പരം ഒരുമിപ്പിക്കുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ അള്ളാഹു അവരെ പരസ്പരം ഇണക്കുകയാണ് ചെയ്യുക, ചേർത്ത് വെക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇവിടെ ഈ യുരീദ ഇസ്ലാഹൻ, അവർ രണ്ടുപേരും എന്നുള്ളത് ആര് രണ്ടുപേരും എന്നുള്ളതാണ്. അപ്പൊ അതിൽ പണ്ഡിതന്മാര് രണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ അഭിപ്രായം എന്ന് പറയുന്നത്, ഇവിടെ നേരത്തെ ഹക്കമുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഹക്കമുകള് രണ്ടുപേരും, രണ്ട് മധ്യവർത്തികൾ വന്നു, അവർ വിഷയം പഠിച്ചു. വിഷയം പഠിച്ചു നോക്കിയപ്പോൾ ഇത് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, ഇത് പരസ്പരം യോജിപ്പിക്കാവുന്നതേ ഉള്ളൂ, അവർക്ക് ഒന്നിച്ച് ജീവിക്കാവുന്നതേ ഉള്ളൂ എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ, അതാണ് ഈ യുരീദ ഇസ്ലാഹൻ. അവര് ഇസ്ലാഹ് അഥവാ രഞ്ജിപ്പ് എന്ന് പറഞ്ഞാൽ അവരെ പരസ്പരം ചേർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ച് കുടുംബജീവിതത്തിലേക്ക്, ദാമ്പത്യ ജീവിതത്തിലേക്ക് തന്നെ പറഞ്ഞയക്കുക. ഇതാണ് അവർക്ക് മനസ്സിലായത് എങ്കിൽ യുവഫിഖില്ലാഹു ബൈനഹുമ, അള്ളാഹു നേരത്തെ പറഞ്ഞ രണ്ട് ദമ്പതികൾക്കും ഇടയിൽ തൗഫീഖ് ഉണ്ടാക്കുന്നതാണ്, അതല്ലെങ്കിൽ അവരെ പരസ്പരം ചേർത്ത് വെക്കുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ ഇതിന്റെ വിശദീകരണം എന്നുള്ളത്. ഇതിന്റെ രണ്ടാമത്തെ വിശദീകരണം എന്നുള്ളത്, ഈ യുരീദ ഇസ്ലാഹൻ, ഇവരെ സംസാരിച്ചു നോക്കുമ്പോൾ അവർ രണ്ടുപേരും പരസ്പരം ഒന്നിച്ച് ജീവിക്കാൻ തന്നെയാണ് താല്പര്യം. അപ്പൊ അവിടെ അവർ രണ്ടുപേർ എന്നുള്ളത് ഇണയിലേക്കും തുണയിലേക്കും, അല്ലെങ്കിൽ ഭാര്യയിലേക്കും ഭർത്താവിലേക്കും ആണ് അതിലെ ലമീർ മടങ്ങുക. ഈ രണ്ട് രൂപത്തിലും പണ്ഡിതന്മാര് അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ യുരീദ ഇസ്ലാഹൻ, അവർ രണ്ടുപേരും ഇസ്ലാഹാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ, അതായത് പരസ്പരം പറഞ്ഞു തീർത്ത് ഒന്നിച്ചു ജീവിക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് എങ്കിൽ യുവഫിഖില്ലാഹു ബൈനഹുമ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ചേർത്ത് വെക്കുന്നതാണ്. അതായത് അവര് ഇതൊക്കെ പരസ്പരം സഹിച്ച്, അതല്ലെങ്കിൽ കഴിഞ്ഞു പോയതൊക്കെയും ക്ഷമിച്ച് ഒന്നിച്ച് ജീവിക്കുവാനുള്ള മനസ്സ് അവർ കാണിക്കുകയാണെങ്കിൽ, അത് അങ്ങനെ ഒന്നിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആയത്ത് പറഞ്ഞു വെക്കുന്നത്. അപ്പോ ഇത് സാധാരണ പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ച, ഇതിപ്പോ യഥാർത്ഥത്തിൽ ഇവരെ ഏൽപ്പിച്ചതാണല്ലോ എന്ന് പറഞ്ഞാൽ ഇവർ മധ്യവർത്തികളാണ്. അപ്പൊ ഈ മധ്യവർത്തികൾക്ക് ഈ പറയുന്നവർക്കിടയിൽ, അതായത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അവരെ ചേർത്ത് വെക്കാനും അതല്ലെങ്കിൽ അവരെ പിരിച്ചു കളയുവാനുമുള്ള അവകാശമുണ്ട്, ഇവരുടെ അനുവാദമില്ലാതെ. ഞാൻ നേരത്തെ പറഞ്ഞ അതേ മസല എന്ന് പറഞ്ഞാല്, ഭർത്താവിന്റെ ഉമ്മ പറയുന്നു, ഉപ്പ പറയുന്നു, ഞങ്ങൾക്ക് വേണ്ട ആ പെണ്ണിനെ, അങ്ങനെ പറയുവാൻ അവകാശമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അപ്പോ അത് അങ്ങനെ അവകാശമില്ല എന്നുള്ളതാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത്. കാരണം അങ്ങനെ യഥാർത്ഥത്തിൽ അവിടെ വിവാഹം കഴിച്ച പുരുഷനാണ് എന്തിനുള്ള അവകാശമുള്ളത്? വിവാഹം ഉപേക്ഷിക്കുവാനുള്ള, അല്ലെങ്കിൽ ഭാര്യയെ തൊലാഖ് ചെല്ലുവാനുള്ള അവകാശമുള്ളത്. ഹക്കമിന്റെ ദൗത്യം എന്നുള്ളത് അതിന്റെ സാധ്യതകളെ കണ്ടെത്തുക എന്നുള്ളതാണ്.
എന്ന് പറഞ്ഞാല് പരസ്പരം ചേർത്ത് വെക്കുക എന്നുള്ളത് മാത്രമാണ്. എങ്ങനെയെങ്കിലും യോജിപ്പിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇസ്ലാഹ് നടത്തുവാൻ പരമാവധി ശ്രമിക്കുക. അതിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിൻവലിയുക, അല്ലെങ്കിൽ തന്റെ ദൗത്യം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അതല്ലാണ്ട് ത്വലാഖ് ചെല്ലാനോ അല്ലെങ്കിൽ പിരിച്ചു കളയാനോ ഉള്ള ഉത്തരവാദിത്വം ഹക്കമുകൾക്കില്ല എന്നുള്ളതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. അപ്പൊ ഇത് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് ഒരു കുടുംബ സംവിധാനം എന്നുള്ള നിലയ്ക്ക് അത് ഭദ്രമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി പറഞ്ഞു വെച്ചിട്ടുള്ള ദൗത്യമാണ്. അപ്പോ ആ അർത്ഥത്തിലാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ പുറത്തു നിന്ന് ഇടപെടുക, ആ ഇടപെടുന്നതിന്റെ പരിമിതി എന്നുള്ളത്, അല്ലെങ്കിൽ അതിനൊരു ലിമിറ്റ് എന്നുള്ളതുണ്ട്. അത് ഒരിക്കലും പിരിച്ചു കളയുന്നതിന് വേണ്ടിയുള്ളതല്ല, പരസ്പരം ചേർത്ത് വെക്കുവാനുള്ള ശ്രമങ്ങളാണ് അതുവഴി വരേണ്ടത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആന് അത്രേ പറഞ്ഞിട്ടുള്ളൂ, ഈ യുരീദ ഇസ്ലാഹൻ യുവഫിഖില്ലാഹു ബൈനഹുമ എന്നുള്ളത്. നിങ്ങൾ പിരിച്ചു കളയണമെന്നോ അതല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള മറ്റൊരു നിർദ്ദേശവും വിശുദ്ധ ഖുർആൻ നൽകിയിട്ടില്ല. അപ്പൊ പരമാവധി ഏറ്റവും അവസാന ശ്വാസം വരെ, അതല്ലെങ്കിൽ ഇതിന്റെ ഏറ്റവും അവസാന തലം വരെ പരസ്പരം ചേർത്ത് വെക്കുവാൻ, അതല്ലെങ്കിൽ കൂട്ടിയിണക്കുവാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് എന്നുള്ളതാണ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത് ഇന്നല്ലാഹ കാന അലീമൻ ഖബീറ. തീർച്ചയായും അല്ലാഹു അലീമാണ്, അല്ലാഹു ഖബീറാണ്. അലീം എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവൻ എന്നാണ്, ഇൽമുമായി ബന്ധപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും മനസ്സിൽ ഇന്നല്ലാഹ അലീമും ബിമാ ഫിസ് സുദൂർ എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ മനസ്സിലുള്ള വികാരങ്ങൾ, അതല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ, അത്തരം സംഗതികൾ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ് എന്ന് കുറിക്കുന്നതാണ് അലീം എന്നുള്ള പദത്തിന്റെ പ്രത്യേകത. ഖബീർ എന്ന് പറഞ്ഞാൽ ഖബറുമായി ബന്ധപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ നാട്ടിൽ നടക്കുന്ന എന്തെല്ലാം കൊച്ചു കൊച്ചു വർത്തമാനങ്ങളുണ്ടോ, അത്തരം വർത്തമാനങ്ങളെല്ലാം, ചെറിയ ചെറിയ വാർത്തകൾ വരെ, അതൊക്കെ അള്ളാഹു കൃത്യമായിട്ട് അറിയുന്നതാണ് എന്ന് പറയുന്നതാണ് ഖബീർ എന്നുള്ള പദപ്രയോഗം. ഒന്ന് ഖബറിൽ നിന്നുണ്ടായതാണ്, മറ്റൊന്ന് ഇൽമിൽ നിന്നുണ്ടായതാണ്. ഇൽമ് എന്നുള്ളത് കുറച്ചുകൂടി ആഴത്തിലുള്ള പദപ്രയോഗമാണ് എന്നുള്ളത് കൊണ്ടാണ് അവിടെ അലീം എന്നുള്ളതും. എന്നാൽ ഖബർ എന്നുള്ളത് മനുഷ്യരുടെ പരസ്പരമുള്ള ഇടപാടുകളിലെ, അല്ലെങ്കിൽ നിത്യജീവിതത്തിലെ ചെറുതും വലുതുമായ വാർത്തകൾ, ന്യൂസ് എന്ന് പറയാൻ പറ്റുന്ന എന്തെല്ലാം സംഗതികളുണ്ടോ അതിലേക്ക് ചേർക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഖബീർ എന്നുള്ളത്. അപ്പൊ അത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അറിയുന്നു. ഇന്നല്ലാഹ കാന അലീമൻ ഖബീറ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഇവിടെ ഇടപെടുന്ന എല്ലാവർക്കുമുള്ള ഒരു താക്കീതാണ് ഈ പദപ്രയോഗങ്ങൾ. എന്ന് പറഞ്ഞാല് അവിടെയുള്ള ദമ്പതികള് എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാര്, അപ്പൊ അവരെന്തുകൊണ്ട് യോജിക്കുന്നില്ല, അതല്ലെങ്കിൽ എന്തുകൊണ്ട് ബന്ധം വേർപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു, ഇങ്ങനെയൊക്കെ തീരുമാനങ്ങൾ ഓരോന്നുണ്ടാകുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെയും നന്നായി അറിയുന്നവനാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ അന്യായമായി കൊണ്ടാണ് ബന്ധം വേർപ്പെടുത്തുന്നത് എങ്കിൽ അള്ളാഹു അത് കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവിടെ ഭാര്യ ഭർത്താക്കന്മാരുമായി ബന്ധപ്പെട്ട് ഇന്നല്ലാഹ കാന അലീമൻ ഖബീറ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം. അതുപോലെ ഹക്കമുകളുമായി ബന്ധപ്പെട്ട് അത് വരുന്ന സമയത്ത് നിങ്ങൾ വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് ഇതിൽ ഇടപെടേണ്ടത്. പരമാവധി ഇസ്ലാഹിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. നിങ്ങൾ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും മദ്യം പറയാൻ വരരുത്. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഇന്നല്ലാഹ കാന അലീമൻ ഹക്കീമ, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അറിഞ്ഞു അതിനനുസരിച്ച് അള്ളാഹു ശിക്ഷ നൽകുന്നതാണ് എന്നുള്ള താക്കീതാണ് യഥാർത്ഥത്തിൽ ആ ഒരു പദപ്രയോഗത്തിലൂടെ യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തില് ഈ രണ്ട് ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് സ്ത്രീകൾക്ക് പുരുഷന്മാരോടുള്ള ബാധ്യതകൾ, പുരുഷന്മാർക്ക് സ്ത്രീകളോടുള്ള ബാധ്യതകൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. സ്ത്രീകൾക്ക് പ്രത്യേകമായ വിശേഷണങ്ങൾ നൽകി അവരെ പ്രശംസിച്ചുകൊണ്ട് ഫസ്വാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ് എന്ന് പറയുന്ന, അതായത് ആ കുടുംബഘടനയിൽ എന്താണ് ആ വ്യവസ്ഥയെ മാനിച്ചുകൊണ്ട് നിലനിൽക്കുന്ന സ്ത്രീകളെ അവരുടെ മഹത്തായ വിശേഷണങ്ങൾ നൽകിക്കൊണ്ട് വിശുദ്ധ ഖുർആന് പ്രശംസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആ ഘടനയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങള്, അതല്ലെങ്കിൽ പിണക്കങ്ങള് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ അത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആന് കുടുംബനാഥൻ എന്നുള്ള നിലക്ക് പുരുഷന്മാർക്ക് നിർദ്ദേശം നൽകുന്നു. എന്ന് മാത്രമല്ല അതിനിടയിൽ സ്ത്രീകളോട് അനീതി കാണിക്കുന്നതിനെ കുറിച്ച് താക്കീത് നൽകുകയും ചെയ്യുന്നു. ഫൈൻ അത്താഅനക്കും,
ഫലാ തബുഗു അലൈഹിന്ന സബീല, ആ വ്യവസ്ഥക്കുള്ളിൽ അവര് നിലനിൽക്കുന്ന കാലത്തോളം ഒരിക്കലും നിങ്ങൾ അവർക്ക് മേൽ ബഗീച്ച് കാണിക്കരുത്, അല്ലെങ്കിൽ അതിക്രമം ചെയ്യരുത് എന്ന് പുരുഷന്മാർക്ക് വിശുദ്ധ ഖുർആന് താക്കീത് നൽകുന്നു. പിന്നെ ഈ പറയുന്ന ഒരു എന്താ പറയാ വിയോജിപ്പ് എന്നുള്ളത്, അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നത എന്നുള്ളത് രൂക്ഷമാകുന്ന ഒരു സാഹചര്യം വന്നാൽ കുടുംബത്തിൽ നിന്ന് പ്രതിനിധികളെയാണ് കൊണ്ടുവരേണ്ടത് എന്ന് പറയുന്നു. ആ കുടുംബത്തിൽ നിന്ന് എന്നുള്ള ആ പ്രയോഗത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഒരു ഔറത്ത്, കുടുംബത്തിന്റെ വ്യക്തികളുടെ ഒരു ഔറത്ത് എന്നുള്ള ഇസ്ലാമിന്റെ ഒരു സങ്കല്പം, ആ സങ്കല്പവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മിൻ അഹ്ലിഹി വ അക്കമം മിൻ അഹ്ലിഹ എന്നുള്ള പദപ്രയോഗം വിശുദ്ധ ഖുർആൻ നടത്തുന്നത്. അതുപോലെ ഹക്കമുകൾ എന്ന് പറയുന്നത് ഇതിൽ റഫറി ആയി വരുന്നവര്, അല്ലെങ്കിൽ മധ്യവർത്തികളായി വരുന്നവര്, അവർ യഥാർത്ഥത്തില് നീതിപൂർവമായിട്ടാണ് വിധിക്കേണ്ടത്, ഇസ്ലാഹിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പിളർപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഒരിക്കലും പണിയെടുക്കേണ്ടത് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് ഈ യുവഫിഖില്ലാഹു ബൈനഹുമ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഇസ്ലാമിലെ കുടുംബ സംവിധാനവുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ 2 ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഈ ആയത്തുകൾ യഥാർത്ഥത്തിൽ കണക്ട് ചെയ്യേണ്ടത് ഈ സൂറത്തിലേക്ക് തന്നെയാണ്. നമ്മൾ പറഞ്ഞു സൂറത്തിന്റെ പേര് സൂറത്ത് നിസാ എന്നുള്ളതാണ്. ആ സൂറത്ത് നിസാ എന്നുള്ളത് തുടങ്ങി വെക്കുന്നത് സ്ത്രീ പുരുഷ സമത്വവുമായി ബന്ധപ്പെട്ടാണ്. പിന്നീടുള്ള ആയത്തുകളിൽ എന്താണ്, യതീമുകളുടെ അവകാശത്തെ കുറിച്ച് പറയുന്നു, സ്ത്രീയുടെ അനന്തരാവകാശത്തെ കുറിച്ച് പറയുന്നു, സ്ത്രീകളെ കഷ്ടപ്പെടുത്തുന്നതിനെ കുറിച്ച് പറയുന്നു, പിന്നീട് എന്താണ് ആരെയൊക്കെയാണ് വിവാഹം കഴിക്കേണ്ടതിനെ കുറിച്ച് പറയുന്നു. അപ്പൊ സ്വാഭാവികമായും ഈ അനന്തരാവകാശം അത്തരം സംഗതികളൊക്കെ കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ടതാണതുകൊണ്ട് ആ കുടുംബ ബന്ധം എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നും, അല്ലെങ്കിൽ ആ കുടുംബ സംവിധാനം എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്നും പഠിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2 ആയത്തുകൾ. അപ്പൊ സ്വാഭാവികമായും ഇങ്ങനെ കുടുംബവുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ, അതിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിന്റെ രീതികളൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ കടപ്പാടുകളെ കുറിച്ച് പറയുകയാണ്. കാരണം ഒരാളുടെ കുടുംബ സംവിധാനത്തിൽ അയാൾ പാലിക്കുന്ന മര്യാദകൾ എന്നുള്ളത് ഇസ്ലാം അദ്ദേഹത്തിന് മേൽ നിർബന്ധമാക്കിയിട്ടുള്ള കടപ്പാടുകളുടെ ഭാഗമാണ്. അപ്പൊ ഒരു മനുഷ്യന് 3 തരം കടപ്പാടുകളാണുള്ളത്. അതിൽ ഒന്ന് അവനും പടച്ച തമ്പുരാനും തമ്മിലുള്ള കടപ്പാടാണ്. അപ്പോൾ പടച്ച തമ്പുരാനോടാണ് ആത്യന്തികമായിട്ട് ഒരു മനുഷ്യന് അടിസ്ഥാനപരമായ ഉത്തരവാദിത്തമുള്ളത്. ആ പടച്ച തമ്പുരാനോടുള്ള ഉത്തരവാദിത്വം എന്താണ് പാലിക്കുന്നതിന്റെ, നിർവഹിക്കുന്നതിന്റെ കീഴിൽ നിന്നുകൊണ്ടാണ് മറ്റ് ബാധ്യതകളൊക്കെയും അവൻ നിർവഹിക്കേണ്ടത്. അപ്പൊ ഒന്നാമത്തേത് പടച്ചവനോടുള്ള ഉത്തരവാദിത്വം എന്നുള്ളതാണ്. രണ്ടാമത്തേത് മനുഷ്യരോടുള്ള, ചുറ്റുവട്ടത്തുള്ള മനുഷ്യരോടുള്ള ഉത്തരവാദിത്വം എന്നുള്ളതാണ്. ജീവിതത്തിൽ, സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് ആളുകളുമായിട്ട് ഇടപെടേണ്ടി വരും. അപ്പോൾ ആ ആളുകളുമായിട്ട് ഒരു മനുഷ്യൻ നിർവഹിക്കേണ്ട, പാലിക്കേണ്ട മര്യാദകളൊക്കെയാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് അവൻ ജീവിക്കുന്ന ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ ഈ പരിസ്ഥിതിയോടുള്ള, അള്ളാഹു അവന് ഒരുക്കി കൊടുത്തിട്ടുള്ള വിഭവങ്ങളാണ്, ജീവിക്കുവാനുള്ള സംവിധാനങ്ങളാണ് ഈ പ്രപഞ്ചം എന്നുള്ളത്. അപ്പോ ഈ പ്രപഞ്ചത്തോട്, അല്ലെങ്കിൽ ഈ അവൻ ജീവിക്കുന്ന പരിസ്ഥിതിയോട് അവൻ പാലിക്കേണ്ട മര്യാദകൾ. അപ്പൊ ഈ പാലിക്കുന്ന മര്യാദകൾ, ഇത് 3 വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായിട്ട് വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതിലെ 2 ഭാഗങ്ങളാണ് അടുത്ത ആയത്തിൽ വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅ, നിങ്ങളെ എന്താണ് അള്ളാഹുവിനെ ഇബാദത്ത്. അപ്പൊ അള്ളാഹുവിനോടുള്ള കടപ്പാടിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം വലാ തുശ്രികൂ ബിഹി ഷൈഅ, അവനിൽ പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളതാണ് ആ കടപ്പാട്. അപ്പൊ അത് കുറച്ച് ഷിർക്ക് എന്നുള്ള ഒരു ഏരിയയാണ്. ഇൻഷാ അല്ലാഹ് കുറച്ച് വിശദീകരണം ആവശ്യമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അത് പഠിക്കാവുന്നതാണ്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമലൈക്കും. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വസീം സാഹിബിനോട് ചോദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ആ രണ്ടാമത്തെ അവസാനം എടുത്ത ആയത്തിന്റെ ഉള്ളിലുള്ള അലീമൻ ഖബീർ എന്ന് പറയുന്നതിന്റെ ഒന്നും കൂടെ ഒന്ന് വിശദീകരിക്കാമോ? അലീം എന്ന് പറഞ്ഞാൽ എൽമ് ഉണ്ട് എന്നുള്ളതും ഖബീർ തന്നെ അറിവ് ഉണ്ട് എന്നുള്ളതും, അതില് എന്താണ് അതിന്റെ ഒരു ഡിഫറൻസ് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരാമോ? 2 പദങ്ങളും അലാ വസ്നി ഫഈല്, ഫഈല് എന്നുള്ള ഘടനയിലാണ് അറബി ഭാഷയിൽ വന്നിട്ടുള്ളത്. ഫഈല് എന്നുള്ള ഘടനയുടെ പ്രത്യേകത സീഗ മുബാലഗ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മാക്സിമം. അലീം എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവനാണ് അലീം.
ഖബീർ എന്ന് പറയുന്നതും എല്ലാം അറിയുന്നവനാണ് ഖബീർ. പക്ഷെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഒന്നിന്റെ അടിസ്ഥാന ഇൽമാണ്, രണ്ടാമത്തിന്റെ അടിസ്ഥാന ഖബറാണ്. ഇൽമും ഖബറും തമ്മിലുള്ള വ്യത്യാസം, ഇൽമ് എന്ന് പറഞ്ഞാല് കുറച്ചുകൂടി ആഴത്തിലുള്ള, അപ്പൊ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുള്ള വികാരം ഖബറല്ല. ഒരു മനുഷ്യന്റെ, ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാള് കുടുംബ പ്രശ്നത്തിൽ ഇടപെടുകയാണ്. അപ്പൊ ഇടപെടുമ്പോ അയാൾക്ക് എന്താണ്, അയാളും മനസ്സിൽ അയാൾക്ക് ഒരു താല്പര്യമുണ്ട്. അപ്പൊ ആ താല്പര്യം എന്താണ്? യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് ഇൽമാണ്, അത് ഖബറല്ല. ഖബർ എന്ന് പറഞ്ഞാൽ നാട്ടിൽ നടക്കുന്ന ഓരോരോ സംഭവങ്ങൾ, അല്ലെങ്കിൽ ഓരോരോ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്തെല്ലാം സംഗതികളുണ്ടോ, നമ്മുടെ ചാനലുകളിൽ വരുന്ന എന്തെല്ലാം ന്യൂസുകളുണ്ടോ, അതൊക്കെ ഖബറാണ്. ചാനലുകളിൽ വരുന്നതും വരാത്തതുമായ വ്യക്തികൾ പരസ്പരം കാണുമ്പോൾ പരസ്പരം പങ്കുവെക്കുന്നത്, അത്തരം സംഗതികളൊന്നും ഇൽമല്ല. ഞാനിപ്പോൾ ഇതിൽ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു മരം വീണാണ്, അപ്പോൾ ആ മരം വീണ കാര്യം ഞാൻ എന്നോട് പറഞ്ഞു. അതല്ലെങ്കിൽ ഇവിടെ ഒരാൾ മരിച്ച് എന്ന് പറഞ്ഞു, അത് ഇൽമല്ല, അതിന് ഖബർ എന്നാണ് പറയാം. അപ്പോൾ ഈ ഖബർ ഇൽമും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഇൽമ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ആഴത്തിലുള്ളതാണ്, കുറച്ചുകൂടി പ്രയോജനകരമാണ്. ഖബർ എന്ന് പറഞ്ഞാൽ എല്ലാ നിസ്സാരമായ സംഗതികളും, മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം സംഗതികളുണ്ടോ അതൊക്കെ ഖബറാണ്. അപ്പൊ എല്ലാ ഖബറുകളും അറിയുന്നവനാണ് അള്ളാഹു, എല്ലാ ഇൽമും ഉള്ളവനാണ് അള്ളാഹു എന്നുള്ളതാണ് അലീം, ഖബീർ എന്നുള്ള പദപ്രയോഗങ്ങളുടെ വ്യത്യാസം. അത് രണ്ടും താക്കീദിന്റെ സ്വരത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. അതില് അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ഇൽമ് എന്ന് പറഞ്ഞത് അതില് മറ്റേ ഗൈബിന്റെയും കൂടെ അംശം കയറി വരുന്നുണ്ടെന്നുള്ളത്. ഇൽമ് വരും. ഖബർ എന്നുള്ളത് ശരിക്ക് വരില്ല. ബാഹ്യമായിട്ട് ആൾക്കാർ അറിയുന്നത്, നമുക്ക് അറിയുന്നത്, അത് തെറ്റാനും തെറ്റാവാതെ സാധ്യത ഉണ്ട്. അപ്പോ ഈ വിശുദ്ധ ഖുർആനിൽ മിക്കവാറും പ്രവാചകന്മാരെ അൻബിയാക്കൾ എന്ന് വിളിക്കുന്നത് അവര് നബ കൊണ്ടുവരുന്നവരാണ്. നബ എന്ന് പറയുന്നത് തെറ്റാൻ സാധ്യതയില്ലാത്ത, വളരെ എന്താ പറയാ, ഗൗരവാർഹത്തിലുള്ള സാമൂഹിക പ്രതിഫലനമുള്ള ന്യൂസുകൾക്കൊക്കെയാണ് നബ എന്ന് പറയുക, അല്ലാത്തതിന് ഖബറി എന്നാണ് പറയുക. എന്നാണ് ഹുദ്ഹുദ് സുലൈമാന്റെ അടുത്ത് എന്ന് പറഞ്ഞത്. മനസ്സിലായി. ജസാക്കല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. നല്ല അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് നമുക്ക് തുടരാവുന്നതാണ്. വിശുദ്ധ ഖുർആൻ നന്നായി പഠിക്കുവാൻ, അതൊരു ആവേശത്തോടു കൂടി സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, അതനുസരിച്ച് ജീവിക്കുന്ന, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന വിശ്വാസികളുടെ ഗണത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം.